ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാംഗോൻ്റെ പൾപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മാംഗോ ഞാൻ പീസുകളായി കട്ട് ചെയ്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 2 സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുളിയെല്ലാം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വലിയ വലിയ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 എഗ്ഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വൈറ്റും യോക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് തന്നെ ബീറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് യോക്ക് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റ് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഷുഗർ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 2 യോക്കും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 സ്പൂണ് മാംഗോൻ്റെ പൾപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് മാംഗോ കേക്കിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിച്ചതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ച് ബാറ്ററിക്ക് അതിട്ട് കൊടുക്കാം. ഇനി പൊടി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ സ്ലോവിലി മിക്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൽ ക്രീം പുരട്ടി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ മേലെ ഞാനിപ്പോൾ പാലും ഷുഗറും മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ പാനി അങ്ങനെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാലും കണ്ടൻസ് മിൽക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ക്രീമിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോൻ്റെ പൾപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ ഒഴിച്ചതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ക്രീമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ അടുത്ത പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ പീസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ലെയറിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാംഗോൻ്റെ പൾപ്പൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെയും അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് സെയിം ഇതന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കുക. ലാസ്റ്റ് എല്ലാവിടെയും ക്രീം തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കേക്കും തണുത്തതിന് ശേഷം അതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ മാംഗോ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. മാംഗോ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ മാംഗോ കേക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്